കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ച് ഇത് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പച്ചടിയുടെ നല്ല സ്വാദോടുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ചൂടുള്ള സമയത്തൊക്കെ ഈ തൈര് ചേർത്തിട്ടുള്ള ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വയറിനൊക്കെ നല്ല സുഖം കിട്ടും. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അധികം പഴുക്കാത്ത വെള്ളരിക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇളയ കുമ്പളങ്ങ വെച്ചും ചെയ്യാറുണ്ട്. ഇവിടെ അധികം മൂത്ത് പഴുക്കാത്ത വെള്ളരിക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പകുതി മതി. പിന്നെ കടുകാണ്, അല്പം ജീരകം ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഒരല്പം ചേർത്താൽ മതി, ടേസ്റ്റ് കൂടി നിൽക്കാൻ പാടില്ല. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ളത് തൈരാണ് കേട്ടോ. പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. ഇവിടെ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തത്. നല്ല ഫ്രഷ് കട്ട തൈര് വേണം എടുക്കാൻ. അതൊന്ന് ഉടച്ചൊക്കെ വേണം കേട്ടോ കറിയിലേക്ക് ചേർത്തെടുക്കാൻ. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടുള്ള വെള്ളരിക്ക തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന രീതി പല രീതിയിലുണ്ട്. കുറച്ച് വലുതായിട്ടും വളരെ നൈസായിട്ടും കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാനായിട്ട് വെള്ളരിക്ക തോലെല്ലാം കളഞ്ഞെടുക്കാം. അധികം മൂത്തിട്ടില്ല. ഇതിങ്ങനെ തോലെല്ലാം കളഞ്ഞ് നെടുകെ കട്ട് ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തെ വെള്ളരിക്കയൊക്കെ ഇങ്ങനെ പാടത്ത് കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴേ ഇളയ വെള്ളരിക്കയൊക്കെ ഇങ്ങനെ വറച്ച് ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമല്ലേ അത് ഇങ്ങനെ ചെത്തി കഴിക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കക്കിരിക്കയുടെ ഉള്ളിൽ മുക്കാതെ നമ്മൾ കഴിക്കില്ലേ, അതേപോലെ. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല പാകത്തിനൊന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മളിതെല്ലാം ചെത്തി കഴിയും. നിങ്ങളാരെങ്കിലും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. കുറച്ച് പച്ചമുളക് എരിവിനുള്ളതും കൂടി കഴുകി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. പല രീതിയിലും കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാനിവിടെ നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒറ്റ തിളക്കി ഒന്ന് വെന്ത് കിട്ടും. കൂടുതൽ വെന്തളിയാനൊന്നും പാടില്ല. പച്ചമുളകും വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എരിവിനുള്ളതെല്ലാം കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളരിക്കയും പച്ചമുളകും ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതൽ അങ്ങ് ചേർക്കണ്ട കേട്ടോ. ഇതിലൊക്കെ പെട്ടെന്ന് പിടിക്കും. ഒരു ഇത്തിരി മതിയേ. പിന്നെ തൈരും തേങ്ങയൊക്കെ അല്ലേ, അതിലേക്കൊന്നും കൂടുതൽ വേണ്ടല്ലോ. കുറച്ചിട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്തു. ഒരു 3/4 ഗ്ലാസോളം വെള്ളവും ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചൊന്ന് ആവി കയറി ഒരു 5 മിനിറ്റിനത് പെട്ടെന്ന് വെന്ത് കിട്ടും. കൂടുതൽ വേവണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നല്ല തേങ്ങ ചിരവി എടുത്ത് വെച്ചത്, അതിലേക്ക് അല്പം ജീരകം ചേർത്ത് അരയ്ക്കാൻ ആവശ്യത്തിന് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് അരയ്ക്കാം, പക്ഷേ ഒന്ന് തിളപ്പിക്കേണ്ടി വരും കേട്ടോ. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ കടുകാണ് ചേർക്കണേ. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം. പച്ചടിയുടെ ടേസ്റ്റ് ഇതിലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതൊന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ. പണ്ടൊക്കെ അരകല്ലിലൊക്കെ ഇങ്ങനെ അരച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യുക. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് തുറന്ന് വെച്ചാൽ അതിലുള്ള വെള്ളം ഒന്ന് ആവിയായിട്ട് പോട്ടെ. സിമ്മിലിട്ടിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈ സമയം നമുക്ക് തൈര് ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയുള്ള നല്ല ഫ്രഷ് തൈരാണ്. പുളി അധികമല്ല. ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു വിസ്ക് വെച്ച് ചെയ്താൽ മതി കേട്ടോ. മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട കാര്യമില്ല. ഇതാ അപ്പോഴേക്കും വെള്ളരിക്കയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒന്ന് വാടി ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക. അത്രയും വെന്താൽ മതി. വെള്ളമെല്ലാം വറ്റി ഉപ്പും എരിവും ഒക്കെ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരൊഴിച്ച് അരച്ചത് കൊണ്ട് തന്നെ കുറച്ച് കട്ടയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് മിക്സി ജാറൊന്ന് ഒഴിക്കേണ്ടി വന്നു. ഇത്തിരി അല്പം ഉപ്പും കൂടി കുറവായിരുന്നു. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ചേർത്തുകൊണ്ടാണേ. ഇനി സിമ്മിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്.
തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ മാറിയപ്പം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ സ്റ്റൗ കത്തിക്കാനേ പാടില്ല, എല്ലാവർക്കും അറിയാലോ. തൈര് തണുത്തതിന് ശേഷം ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഞാനിത് ഉടനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നല്ലൊരു പച്ചടിയാണ്. ഇനി ഇതൊന്ന് വറുത്ത് കൂടിയിടണേ. അതിനായിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഒഴിച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. ഈ വിഷുവിന് ഇങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യാനും കൂടി മറക്കല്ലേ.